അങ്ങനെ നമ്മളെല്ലാവരും കുറേ ദിവസങ്ങളായിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ആ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. യെസ്, ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ 15-അംഗ ടീമിനെ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആകെ ഞെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജസ്പ്രീത് ബുംറയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും. കാരണം ജസ്പ്രീത് ബുംറ ടീമിലുണ്ട്. കാരണം അതേ നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളല്ലോ. കാരണം ഒരു മാച്ച് വിന്നിങ് ബൗളറാണ്, ഇത്രയും സ്കില്ലുള്ള ബൗളറാണ്, ഒക്കെയാണ്. പക്ഷേ ഏത് കളി കളിക്കും, ഏത് കളി കളിക്കൂല എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചില സമയത്തൊക്കെ നമ്മുടെ പ്രതീക്ഷകൾ ഇങ്ങനെ പൊട്ടം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ പ്രതീക്ഷകൾക്കെല്ലാം വലിയ അമ്മാനങ്ങൾ നൽകിക്കൊണ്ട് ജസ്പ്രീത് ബുംറ ഉണ്ട് എന്നുള്ള സന്തോഷ വാർത്ത നമ്മൾ അറിയിക്കുന്നു. ജസ്പ്രീത് ബുംറ ഉള്ളതുകൊണ്ട് തന്നെ മുഹമ്മദ് സിറാജ് ഇല്ല. ഓക്കെ, ജസ്പ്രീത് ബുംറ ആക്ച്വലി ഈ 2020 കളിക്കാൻ പോകുന്ന ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് അവസാനമായി കളിച്ചത്. വേൾഡ് കപ്പ് ഫൈനലാണ്. അത് വിജയം കൊണ്ടുവരും ചെയ്തിരുന്നു. അതുപോലെ ഏഷ്യ കപ്പും അദ്ദേഹം കൊണ്ടുവരട്ടെ. എന്തിനേലും ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ ഒരു എന്താ പറയുക, അപ്രതീക്ഷിതമായ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നമ്മളും കഴിഞ്ഞ ദിവസം ഒരു ടീമിനെ പ്രഖ്യാപിച്ചിരുന്നു. അതുമായിട്ട് ഏകദേശം അടുത്ത് നിൽക്കുന്നത്, അതായത് റിങ്കു സിംഗ് മാത്രമേ ഞാൻ പറയാത്ത ഒരു അഡീഷൻ ഇതിനകത്ത് വന്നതായിട്ട് ഞാൻ നോക്കുമ്പോൾ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ. ആക്ച്വലി ശുഭ്മാൻ ഗില്ലിനെയും യശസ്വി ജയ്സ്വാളിനെയും സെലക്ട് ചെയ്ത് എന്ത് ചെയ്യും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത്. അതായത് കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയാണ് ഇവരെ രണ്ടുപേരും. കാരണം രണ്ടുപേരും കിടിലൻ പ്ലെയേഴ്സാണ് എല്ലാ ഫോർമാറ്റിലും. അപ്പോൾ ഇവരെ എങ്ങനെ ഇപ്പോൾ ഒഴിവാക്കും? ഇനിയിപ്പോൾ ഇവരെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ കളിച്ച ചെക്കന്മാരെ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണെയും തിലക് വർമ്മേനെയൊക്കെ ഒഴിവാക്കേണ്ടി വരില്ലേ? അതിപ്പോൾ നടക്കുമോ എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. തല പുകയുമായിരുന്നു ആക്ച്വലി സെലക്ടേഴ്സിൻ്റെ. അങ്ങനെ പുകഞ്ഞ് അവരുടെ അവസാനം ഒരു പകുതി ആശ്വാസം ആക്കിയിരിക്കുകയാണ്. അതായത് ജയ്സ്വാളിനെ ഒഴിവാക്കി ഗില്ലിനെ എടുത്തു. ഗില്ലിനെ വെറുതെ എടുക്കില്ല, വൈസ് ക്യാപ്റ്റനും ആക്കിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് വരും കാലങ്ങളിൽ ക്യാപ്റ്റനാക്കാനുള്ള പരിപാടി തന്നെയാണ്. കാരണം ഇതിനു മുമ്പുള്ള സീരീസിൽ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലായിരുന്നു. അക്സർ പട്ടേൽ ഈ ടീമിൽ നിലനിൽക്കെ തന്നെയാണ് ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വേൾഡ് കപ്പിന് ശേഷമായിരിക്കും മിക്കവാറും ഗില്ല് ക്യാപ്റ്റനാവും. അങ്ങനെ എല്ലാ ഫോർമാറ്റിലും ഗില്ല് 2026-27 കൂടി ക്യാപ്റ്റൻ ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും സഞ്ജു സാംസൻ്റെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഏകദേശം ഉറപ്പാണ്. സഞ്ജു സാംസൺ 5-മതോ ഒക്കെ ആയിട്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ദിവസം ബാറ്റിംഗ് ഓർഡറിൽ അത് പറഞ്ഞിരുന്നല്ലോ. ആ ബാറ്റിംഗ് ഓർഡർ ഏകദേശം സെയിം ആവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്ത് തന്നെയായാലും ആരെയൊക്കെ ഇതിനകത്ത് ഒഴിവാക്കിയാലും, അതിപ്പോൾ ജയ്സ്വാളിനെ സിറാജിനെയും ഒക്കെ ഒഴിവാക്കിയതാണെങ്കിലും ടീം കിടിലൻ ടീം തന്നെയാണ്. ടീം അതിശക്തമായ ടീമാണ്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഫോർമാറ്റിലെ ഏറ്റവും ശക്തമായ ടീം ഇന്ത്യയുടെ 2023 നമ്പർ 1 പയ്യന്മാരാണ് അധികവും. ഇതിനകത്ത് എനിക്കൊന്ന് ഏറ്റവും പ്രായം കൂടിയതിപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരിക്കും. ബാക്കിയെല്ലാം പയ്യന്മാരല്ലേ. ശുഭ്മാൻ ഗില്ല്, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, പിന്നെ ശിവൻ ദൂബെ, അക്സർ പട്ടേൽ, ജിതേഷ് ശർമ്മ, ഹർഷദീപ് ഒക്കെ പയ്യന്മാർ തന്നെ. റിങ്കു സിംഗ്, ഹർഷത് റാണയെ നമ്മൾ ആക്ച്വലി ഈ സ്ക്വാഡിൽ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. ഹർഷത് റാണയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്ലെയർ തന്നെയാണ്, നല്ലൊരു ഇൻക്ലൂഷനാണ്. അപ്പോൾ ഈ യങ് ടീം ഏഷ്യ കപ്പ് തീർച്ചയായും കൊണ്ടുവരും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ആദ്യ മത്സരം 10-ാം തീയതി UAE-യുമായിട്ടാണ്. അവിടെ ജയിച്ച് തുടങ്ങട്ടെ. കപ്പ് ഇന്ത്യയിലെത്തട്ടെ. എല്ലാവിധ ആശംസകളും.